സെബോറിയൊക്കെ കൂടുതലുണ്ട്, ഡാൻഡ്രഫ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കുരു വരുന്ന കോമഡോൺസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലെയും PCOD ഉള്ളവർ പ്രസന്റ് ചെയ്യാറുണ്ട്. ആക്നെ കൂടുന്നു, ഹെയർ ഗ്രോത്ത് കൂടുന്നു, ഹെയർ ഫോൾ കൂടുന്നു, ഒബീസ് ആവുന്നു. ഇതെല്ലാം നമുക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലവും ചിലരിലെങ്കിലും കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ റെറ്റിനോയിഡ്സ് നമ്മൾ ഓറലി കൊടുക്കുകയാണെങ്കിൽ ആ ടൈം നമ്മൾ കൺസീവ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്ക് എൻഡോമെട്രിയൽ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിനുള്ള ചാൻസസും കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ PCOS ഉള്ള ഒരാൾക്ക് മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് വരുന്നത് മേ ബി കുറച്ചും കൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും. പുരുഷ ഹോർമോൺസ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് കൂടുതൽ സ്കിൻ ചേഞ്ചസ് കാണുന്നത്. അത് കൂടാണ്ട് ഇങ്ങനെയുള്ളവരിൽ ഇൻസുലിനോടുള്ള ഒരു റെസ്പോൺസ് കുറവാണ്. അപ്പോൾ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരവസ്ഥ വരും. ഹായ് ഹലോ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സ്, ഇന്ന് ക്യൂർ യുവർ കൺസേൺസിൻ്റെ എപ്പിസോഡിൽ നമ്മളുള്ളത് ഡെർമാവ്യൂ സ്കിൻ ക്ലിനിക് ആലുവയിലാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡോക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ്. ഹലോ. ഹായ് ഡോക്ടേഴ്സ്, ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹായ്, ഞാൻ ഡോക്ടർ മിനുലിസ് മാത്യു, ഡെർമാവ്യൂ ആലുവയിൽ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഞാൻ ഡോക്ടർ രേഷ്മ, ഡെർമാവ്യൂ ആലുവയിൽ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്. നമ്മൾ ആക്ച്വലി ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PCOS റിലേറ്റഡ് സ്കിൻ ഇഷ്യൂസ് ആണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, എന്താണ് ആക്ച്വലി PCOS എന്ന് പറയുന്നത്? PCOS എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ്. ഓക്കെ. അപ്പോൾ പേര് കേൾക്കുന്ന എല്ലാവരും ഇത് ഓവറിനെ മാത്രം, അതായത് ഒരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂ മാത്രമായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പുരുഷന്മാർ കാണുന്ന ഹോർമോൺസ് കൂടുതൽ അളവിൽ സ്ത്രീകളിൽ വരുന്നത് കൊണ്ട് തന്നെ പല സ്കിൻ പോലെ പല ഓർഗൻസിനെയും നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ സിൻഡ്രോം എന്ന് പറയുന്നത്. സ്കിന്നിൽ കുറേ ചേഞ്ചസ് ഉണ്ടാകാം, മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാകാം, ലൈക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഫെർട്ടിലിറ്റിയിൽ ഇഷ്യൂസ് വരാം. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വഴി മാത്രമേ നമുക്കിതിനെ ഒരു റെമിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ആക്ച്വലി PCOS എന്ന് പറയുന്നത്. ഈ PCOSും PCODയും ശരിക്കും ഒരു 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 അസുഖമാണ്. എന്താണ് അത് തമ്മിലുള്ളൊരു വ്യത്യാസം? അത് PCOD എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ടേമാണ്. അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. PCOSലേക്ക് വരുമ്പോൾ അത് സിൻഡ്രോം. അപ്പം പിന്നീടാണ് നമുക്ക് ഈ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻറ്റിലേക്ക് വന്നപ്പോഴാണ് PCOS എന്നുള്ളൊരു ടേം. അത് പലർക്കും കൺഫ്യൂഷനാണ് ഇപ്പോൾ. പക്ഷേ സിൻഡ്രോം എന്ന് പറയുമ്പം എല്ലാ സിസ്റ്റത്തിലും, ഓവറിയിൽ മാത്രമല്ല എല്ലാ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലാണ് PCOS എന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് ഡിസീസ് മാറി ഇപ്പോൾ അത് സിൻഡ്രോമിലായി. ഓക്കെ. ഈ PCOS കൊണ്ട് ശരിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പേരിൽ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാലും അത് പ്യുവർലി ഒരു ഗൈനക്കോളജിക്കൽ പ്രോബ്ലം അല്ല. ഈ ഓവറീസ് ഡിസ്ഫങ്ഷൻ കാരണം നമ്മുടെ ബോഡിയിൽ മെയിൽ ഹോർമോൺസ്, പുരുഷ ഹോർമോൺസ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് കൂടുതൽ സ്കിൻ ചേഞ്ചസ് കാണുന്നത്. അത് കൂടാണ്ട് ഇങ്ങനെയുള്ളവരിൽ ഇൻസുലിനോടുള്ള ഒരു റെസ്പോൺസ് കുറവാണ്. അപ്പോൾ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരവസ്ഥ വരും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സ്കിന്നിൽ നമുക്ക് മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്കിൻ ഡിസീസസിൻ്റെ ഒരു നെയിമുകൾ, അല്ലെങ്കിൽ ഇന്നെന്ന് പറഞ്ഞ നെയിം ടാഗ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? നെയിം ചെയ്ത് പറയാനാണെങ്കിൽ ആക്നെ, ഹിർസ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഗ്രോത്ത്, ഫേഷ്യൽ ഹെയർസ് അല്ലെങ്കിൽ മറ്റ് ഏരിയാസിൽ ഹെയർ ഗ്രോത്ത് കൂടുന്നത്, ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് അല്ലെങ്കിൽ ആൻഡ്രോജനറ്റിക് അലോപേഷ്യയുടെ തന്നെ ഫീമെയിൽ കൗണ്ടർ പാർട്ട്. നാലാമതായിട്ട് പറയുന്ന എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നെക്കിലും മറ്റ് മടക്കുകളിലും സ്കിന്ന് ഡാർക്ക് ആവുന്നത്. പിന്നെ സ്കിൻ ടാക്സ്, സെബോറി അതായത് ഓയിലി സ്കിൻ, സ്ട്രെച്ച് മാർക്സ്, ഇതിനൊക്കെ കൂടുതൽ ചാൻസസ് PCOD ഉള്ളവർക്കുണ്ട്. നോർമൽ ആക്നിയും PCOSിൻ്റെ ആക്നിയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ? അതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയും ഹാർഷായിട്ടുള്ള വളരെ വളരെ പൊള്ളുന്ന രീതിയിലുള്ള പിമ്പിളുകൾ PCOS ഉള്ളപ്പോൾ വരുന്നത്? അത് ഈ പറഞ്ഞ പോലെ ആൻഡ്രോജൻസ് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് സ്ത്രീകളുടെ ബ്ലഡിൽ കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഹോർമോണൽ ആക്നെ PCODയിൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടും റെസിസ്റ്റൻ്റ് ആയിട്ടും വരുന്നത്. സാധാരണ നമുക്കുണ്ടാകുന്ന മുഖക്കുരു നമ്മൾ ക്രീമുകൾ കൊണ്ടോ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കൊണ്ടോ സോൾവ് ആകാറുണ്ട് ഇൻ 5 to 7 days. PCOD ഉള്ളവരുടെ സോൾവ് ആയാൽ അത് റെക്കർ ചെയ്യും. മെൻസസിൻ്റെ സമയത്ത് ഒരു ഫ്ലെയർ ഉണ്ടാകാം, അല്ലാതെയും പീരീഡ്സോട് അസോസിയേറ്റഡ് അല്ലാതെയും വലിയ പഴുത്ത കുരുക്കൾ വിത്ത് ഇൻഫ്ലമേഷൻ, എസ്പെഷ്യലി ജോ ലൈൻ ഭയങ്കര ഹാർഡായിട്ട്, അതായത് സാധാരണ വരുന്ന ഒരു പിമ്പിളിന് അപ്പുറത്തേക്ക് വളരെ ഭയങ്കര നമുക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും വരിക അല്ലേ? വളരെ പെയിൻഫുൾ സിസ്റ്റിക് ലീഷൻസ് എന്നൊക്കെ പറയും. അതാണ് ക്യാരക്ടറിസ്റ്റിക്കലി PCODയിൽ കാണുന്നത് അലോങ് ദ ജോ ലൈൻ ആൻഡ് ചിൻ ഏരിയ. എന്നിരുന്നാലും സാധാരണ മുഖക്കുരുവായിട്ടും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ PCOD ആയി പ്രസൻറ്റ് ചെയ്യാറുമുണ്ട്. അപ്പം ഇങ്ങനെ വലിയ കുരു വന്നാൽ മാത്രമാണ് അത് PCODയുടെ കുരു എന്നും പറയാൻ പറ്റിയല്ല. മനസ്സിലായില്ലേ? സാധാരണ കുരു ഓയിൽനെസ് ഒക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ സെബോറിയൊക്കെ കൂടുതലുണ്ട്, ഡാൻഡ്രഫ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കുരു വരുന്ന
കോമഡോൺസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലെയും PCOD ഉള്ളവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ നല്ല പഴുത്ത കുരുക്കൾ ഹോർമോണൽ ആക്നെ പോലെ ജോ ലൈനിലും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം PCOD ഉള്ളവരിൽ ശരീരത്തും ധാരാളം വലിയ കുരുക്കൾ കാണാറുണ്ട്. ട്രങ്കൽ ആക്നെ നമ്മൾ പറയും, ചെസ്റ്റിൻ്റെ ഭാഗത്ത്, ഷോൾഡേഴ്സിൽ, ബാക്ക് സൈഡിലെല്ലാം പഴുത്ത കുരുക്കൾ വരുന്നത് PCOD ആയിട്ട് യൂഷ്വലി അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത് തന്നെയാണ്. ഇങ്ങനെ വരുന്ന ഈ പിമ്പിൾസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ഏത് മുഖക്കുരുവാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഒരു ഫേസ് വാഷ് നമ്മൾ കൊടുക്കും, ഒരു മെഡിക്കേറ്റഡ് ഫേസ് വാഷ് ക്ലെൻസ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ടോപ്പിക്കൽ മെഡിക്കേഷൻസ് കൊടുക്കും. അതിൽ ബെൻസോയിൽ പെറോക്സൈഡ് ഉണ്ടാകാം, റെറ്റിനോയിഡ് ഉണ്ടാകാം, ആൻറ്റിബയോട്ടിക് കോമ്പിനേഷൻസ് ഉണ്ടാകാം. അതിലും നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. എസ്പെഷ്യലി ഇൻഫ്ലമേഷൻ കൂടുതലുള്ള കേസസിൽ ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. ഇതിലൊന്നും കൺട്രോൾ ആകാതെ വരുമ്പോൾ നമ്മൾ ഓറൽ റെറ്റിനോയിഡ്സ്, ഐസോട്രോൾ എന്നൊക്കെ പറഞ്ഞ ഗുളികൾ കൊടുക്കും. അത് ഓരോ മരുന്ന് കൊടുക്കുമ്പോഴും നമ്മൾ ആ പേഷ്യൻറ്റിന് കസ്റ്റമൈസ് ചെയ്ത് വേണം കൊടുക്കാൻ. ഇപ്പം മാരേജ് ചെയ്ത ആളാണോ, അതോ മാരേജ് ഉടനെ ചിന്തിക്കുന്ന ആളാണോ, ഇപ്പം കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണോ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മാറാം. അതെന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ നമ്മൾ റെറ്റിനോയിഡ്സ് നമ്മൾ ഓറലി കൊടുക്കുവാണെങ്കിൽ ആ ടൈം നമ്മൾ കൺസീവ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 months മുന്നേ പ്രയറായിട്ട് നമ്മൾ 1 to 3 months, 1 month ആണ് നമ്മൾ പറയുന്നെങ്കിലും ഒരു സേഫർ സൈഡിന് വേണ്ടി നമ്മൾ 3 months പ്രയറായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ആക്നെയ്ക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം അതുപോലെ ആൻഡ്രജൻസിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇതുപോലത്തെ കുരു ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ PCOSൽ. അപ്പം അതിനു വേണ്ടി ആൻറ്റി ആൻഡ്രജൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ നമുക്കൊരിക്കലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നെ ഓരോ പേഷ്യൻറ്റിനും മരുന്നുകൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ റെറ്റിനോയിഡ്സ് ഓറലി കൊടുക്കാം, ഓറൽ ഹോർമോണൽ തെറാപ്പി ഉണ്ട്, ആൻറ്റി ആൻഡ്രോജൻ തെറാപ്പി ഉണ്ട്, പിന്നെ കുറച്ച് അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. PCOD ജനറ്റിക് ആയിട്ട് വരാം, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് വരാം, കൂടെ കുറച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അതപ്പോൾ നമുക്ക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും, വെയിറ്റ് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ PCOS റിലേറ്റ് ചെയ്തിട്ട് ഫേസിൽ മാത്രമല്ല നമുക്ക് ബോഡിയിലും ആക്നീസ് വരും. അപ്പോൾ അതിനെന്തൊക്കെയാണ്? ബോഡി വാഷസ് ഉണ്ടോ? ഈ മെഡിക്കേഷൻസ് ഒക്കെ തന്നെയാണോ അതിനും യൂസ് ചെയ്യുന്നത്? മെഡിസിൻസ് ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം തന്നെയാണെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻസിൽ വ്യത്യാസം വരും, അതുപോലെ ഫോർമുലേഷൻസിലും വ്യത്യാസം വരും. ബോഡി ആക്നെ നമുക്ക് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഫേസിൽ നമുക്ക് സെൻസിറ്റിവിറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതിന് കൊണ്ട് തന്നെ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡിയിലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ ജോ ലൈൻസിലുണ്ട്, ബ്രസ്റ്റിലൊക്കെ വളരെ ഹെയർ ഗ്രോത്ത് വരുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണോ? ലേസർ ഹെയർ റിമൂവൽ പോലുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ്സ് ഇതിന് ഫലപ്രദമാണോ? ഈ ഹെയർ ഗ്രോത്ത് കൂടുന്നത് ആ ഹോർമോണിൻ്റെ ഒരു ഇഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഇനിഷ്യൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അതിൽ മെഡിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എപ്പോഴും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും പറഞ്ഞതാണ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഇത് 3 ഫോളോ ചെയ്യുക. അത് കൂടാണ്ട് മറ്റ് ഹോർമോണൽ വേരിയേഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് എടുക്കുക. ഇപ്പോൾ വന്ന ഹെയർസിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ സെഷൻസ് ലേസർ ചെയ്തിട്ട് നമ്മൾ വന്ന ഹെയർസിൻ്റെ തിക്നെസ് കുറച്ച് അതിനെ ഫൈൻ ഹെയറിലേക്ക് ആക്കി മാറ്റുകയാണ്. അതൊരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. അത് നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് എടുക്കണം, പിന്നീട് മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസിനെ എപ്പോഴും ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ബ്രസ്റ്റിലൊക്കെ വരുന്ന ഹെയറിന് ലേസർ ശരിക്കും പൊതുവേ നമ്മുടെയൊക്കെ ഒരു ഫീലിംഗിൽ ഇച്ചിരി പെയിൻഫുള്ളാണ്, കുറച്ച് എന്താ പറയുക, കുറച്ച് പാടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. അത് ശരിയാണോയെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് പെയിൻഫുള്ളാണ് എന്നുള്ളത്. അപ്പം ബ്രസ്റ്റൊക്കെ പോലത്തെ സ്ഥലങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ശരിയാണോ? എന്താണ് ഡോക്ടേഴ്സിൻ്റെ ഒരു ടേക്ക്? നമ്മൾ ലേസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത് ക്യാൻസർ വരുത്തുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഒരു സ്കിന്നിൻ്റെ 3 to 4 millimeter ഡെപ്തിനേക്കാളും കൂടുതലൊന്നും പെനട്രേറ്റ് ചെയ്യുന്നൊരു എനർജി പോലുമല്ല. അവിടെയാണ് ഈ ഹെയർ ഫോളിക്കിളും സ്റ്റെം സെൽസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ഹെയർ ഫോളിക്കിൾസിൽ അല്ലെങ്കിൽ ആ ഹെയറിലെ മെലാനിൻ എന്ന് പറയുന്ന ഒരു ക്രോമോഫോറിനെയാണ് ഈ ലേസേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്ട്സോ പ്രശ്നങ്ങളോ വരാനില്ല. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, പെയിൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പേഷ്യൻ്റ് വളരെ അപ്രിഹെൻസീവ് ആണ്, പേടിയുള്ള ആളാണെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ അനസ്തെറ്റിക് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് പേഷ്യൻറ്റിനെ പാസിഫൈ ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ പെയിനും അറിയില്ല. ലേസർ ട്രീറ്റ്മെൻറ്റ് പേടിയുള്ളവർക്ക് വേറെ എന്തെങ്കിലും നമുക്കൊരു ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് രീതി ഉണ്ടോ? ഈ ഹെയർ ഗ്രോത്ത് റിഡക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്?
റെഗുലറായിട്ട് പേഷ്യൻസ് ചെയ്യുന്നത് ഷേവിങ്, ത്രെഡിങ്, വാക്സിങ് ഒക്കെയാണ്. പക്ഷെ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അത് അങ്ങനെ ചെയ്താൽ വരുന്ന പ്രോബ്ലംസ്? ഇപ്പോൾ റെഗുലറായിട്ട് ഷേവ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഹെയർ തിക്കായി വളരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്, ഒരു പിഗ്മെൻറ്റേഷൻ വരാറുണ്ട്. പ്രോപ്പറായിട്ടായിരിക്കില്ല അവർ ചെയ്യുന്നത്. ഒരു ഫോമോ ഒരു മോയ്സ്ചറൈസറോ ഒന്നും ഡയറക്റ്റ്ലി ആ സ്കിന്നിലേക്ക് ചെയ്യുമ്പം പിഗ്മെൻറ്റേഷൻ്റെ ചാൻസസ് കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ ഫോളിക്കുലൈറ്റിസ്, വാക്സിങ് ചെയ്യുന്നവർക്ക് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും. വലിയ പഴുത്ത കുരുക്കൾ ഓരോ ഹെയർ ഫോളിക്കിളിനെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആൻറ്റിബയോട്ടിക് കോഴ്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം നമ്മളിത് റെഗുലറായിട്ട് ചെയ്യണ്ടേ. ഡെയിലി അല്ലെങ്കിൽ 2 or 3 ഡേയ്സിൽ ഹെയർ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരികയാണ്. അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാം. ലേസറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലോങ് ടേം സൊല്യൂഷനാണ്. ഇതുപോലെ നമുക്ക് 6 മാസത്തിലൊരിക്കലെന്നുള്ള കാര്യമാണ് നമ്മൾ മെയിൻ്റനൻസ് വേണ്ടി പറയുന്നത്. മറ്റേ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ 2-3 ഡേയ്സ് ചെയ്യുമ്പം ഉണ്ടാകുന്ന സ്കിൻ ഇഞ്ചുറി ഒരു ഇഷ്യൂ ആണ്. നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുമ്പം ലേസറിന് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അപ്രിഹെൻഷൻ ഉണ്ട്, ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യാം, പെയിൻ ഫീൽ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് ഒരു സേഫ് ആൻഡ് ബെറ്റർ. ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലേസർ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ്. ഹെയറിൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ സ്റ്റെം സെൽസ് നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാൻ ലേസർ തന്നെ. അതും ഹോർമോണൽ ബേസിസ് ആണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി എല്ലാത്തിലും നമ്മൾ പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് ആൻഡ് എക്സസൈസ്. അത് ആദ്യം തന്നെ നമ്മൾ ഒന്ന് ചെയ്യുക. അതിന് കൂടെ തന്നെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും എടുക്കണം. ഇത് പറഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കട്ടെ. അതായത് ഒരിടത്ത് നമ്മുടെ ഇത് ഹെയർ ഗ്രോത്തും ഹെയർ ലോസും അറ്റ് എ ടൈം വരുന്നു. ഹെയർ ഗ്രോത്ത് നമ്മുടെ അൺവാണ്ടഡ് ഏരിയാസിൽ ഹെയർ ഗ്രോത്ത് വരുന്ന സമയത്ത് തന്നെ ഹെയർ ലോസ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോഡിയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്? അത് വളരെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ആൻഡ്രോജൻ എക്സസ് കാരണമാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. ആൻഡ്രോജൻ തലമുടിയെ കൊഴിപ്പിക്കുകയാണ് ചെയ്യുക. തലയിലുള്ള മുടിയെ കൊഴിപ്പിക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ. പക്ഷേ അത് ആൻഡ്രോജൻ ഡിപ്പെൻഡൻറ്റ് ഏരിയാസ് ഓഫ് ദ ബോഡിയിൽ അത് ഹെയറിനെ വളർത്തുകയാണ് ചെയ്യുക. അതായത് ഈ ചെസ്റ്റ്, ഡോക്ടർ പറഞ്ഞ പോലെ അപ്പർ ബാക്ക്, ഇന്നർ തൈസ്, അല്ലെങ്കിൽ അണ്ടർ ആംസ് അല്ലേ, അങ്ങനെ ആൻഡ്രോജൻ ഡിപ്പെൻഡൻറ്റ് ഏരിയ, ചിൻ ഏരിയ, മെയിൽ പാറ്റേണിൽ ഹെയർ ഗ്രോത്ത് ഉള്ള ഏരിയ, ആൻഡ്രോജൻ ഡിപ്പെൻഡൻറ്റ് ഏരിയയിൽ ആൻഡ്രോജൻ ഹോർമോൺ ബോഡിയിൽ ഹെയറിനെ സ്റ്റിമുലേറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇതേ ഹോർമോൺ തലയിലെ മുടിനെ കൊഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ഥലത്തും നമുക്ക് വേണ്ട സ്ഥലത്ത് മുടി കൊഴിയുകയും വേണ്ടാത്ത സ്ഥലത്ത് മുടി വരികയും ചെയ്യുന്ന ഒരു വില്ലനാണ് ആൻഡ്രോജൻ. ഇതിനൊക്കെ മെയിനായിട്ട് ആക്ച്വലി നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ കഴിക്കുന്ന ആഹാരങ്ങൾ, ഭക്ഷണ രീതികളൊക്കെ ശരിയാക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ജനറ്റിക്കലി വന്നതോ ഫാമിലി ഹിസ്റ്ററി കാരണം വന്നതിന് നമുക്കത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ഇൻഫ്ലമേഷനെ കൂട്ടുന്ന സംഭവങ്ങൾ ഇൻഫ്ലമേറ്ററി ഡയറ്റും കാര്യങ്ങളുമാണ്. നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ഈ സ്നാക്സ് ഐറ്റംസ്, പാക്കേജ്ഡ് ആയിട്ട് വരുന്ന പ്രോഡക്ട്സിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോമ്പോസിഷൻ പാം ഓയിലാണ്. പാം ഓയിൽ വളരെയധികം സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ഫാറ്റി ആസിഡാണ്. അപ്പം അതുപോലെ ട്രാൻസ് ഫാറ്റ്സ്, ഇപ്പം ചിപ്സ്, കായ വറുത്തതൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ ഒരേ ഓയിൽ ഒരു വീണ്ടും ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ ട്രാൻസ് ഫാറ്റ്സ് കൂടുതലാണ്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻറ്റേൺ ഇൻസുലിൻസിനെ കൂട്ടും, ഈ കൊളസ്ട്രോൾ ലെവൽസിനെ കൂട്ടും, അത് ഇൻറ്റേൺ ഇതിനെ കൂട്ടും. ഇതൊരു വിഷ്യസ് സൈക്കിളായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമുക്ക് ബ്രേക്ക് ചെയ്യാവുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പറയുന്ന മറ്റൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആണ് സ്ത്രീകൾക്ക് കഴുത്തിൻ്റെ പുറകിൽ വല്ലാത്തൊരു ബ്ലാക്ക് കളറ് വരുന്നത്. അത് സാധാരണ ആൾക്കാർക്ക് അഴുക്കാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. ശരിക്കും അത് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു സ്കിൻ ഇഷ്യൂ ആണല്ലോ. അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുന്നത്? ഓക്കെ, നമ്മുടെ ഈ PCOD ഉള്ളവരിൽ ഒരു നോർമൽ റെസ്പോൺസ് ഉണ്ടാവില്ല ഇൻസുലിനോട്, അത്ര സെൻസിറ്റീവായി. അപ്പോൾ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷനിലേക്ക് പോകും. അപ്പം ബോഡി പിന്നെ ഇൻസുലിൻ കൂടുതലായിട്ട് നമ്മുടെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ചേഞ്ചസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഈ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ കട്ടി കൂടുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ സ്കിന്നിൻ്റെ കുറച്ച് കട്ടി കൂടി ഒരു വെൽവെറ്റി അപ്പിയറൻസ് എന്ന് നമ്മൾ പറയും. പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കും അവിടെ അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഡേർട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ലുക്കാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിന്, അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ അവർക്ക് സ്കിൻ ടാക്സും കാണും. ഇത് രണ്ടും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മാർക്കറായിട്ട് തന്നെ നമ്മൾ പറയുന്നതാണ്. അത് നമ്മുടെ ഇൻറ്റേർണൽ ഇഷ്യൂസിനെ സ്കിന്നെ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള രീതികളിലാണ് സ്കിൻ കാണിച്ചത്. അതാണ് അതിൽ ഒന്നാണ് ഈ ഡാർക്ക് നെക്ക് എന്ന് പറയും. നമ്മൾ എക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. സ്കിന്നിൻ്റെ കട്ടി കൂടുന്നതാണത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കൺസേൺ വരണം, നമ്മുടെ ഇൻറ്റേർണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്.
അപ്പോൾ അതിന് വളരെ ഇഫക്റ്റീവാണ് നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, എക്സസൈസ്. അപ്പോൾ ആ വെയിറ്റ് ലോസിൽ തന്നെ കുറേ ചേഞ്ചസ് നമ്മുടെ ഈ ഡാർക്ക് നെക്കിലെ മറ്റ് ഡാർക്ക്നെസ്സിന് വ്യത്യാസം വരും. അത് കൂടാണ്ട് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും പിന്നെ ടോപ്പിക്കലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിൻ്റെ ലെയേഴ്സിൻ്റെ കട്ടി കൂടുന്നു. അപ്പോൾ നമ്മൾ ആ സ്കിൻ ലെയേഴ്സ് പതുക്കെ പീൽ ചെയ്യാനുള്ള ടോപ്പിക്കൽ ഏജൻസായ യൂറിയ, റെറ്റിനോയിഡ്സ് അങ്ങനെ കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് ഇതിനോടൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവരിൽ നമ്മൾ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യുന്ന കെമിക്കൽ പീലിങ്ങും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡോക്ടർക്ക് എന്തെങ്കിലും ഇതിനോട് ഇപ്പം നമ്മൾ ഡോക്ടർ നോട്ടീസ് ചെയ്ത് കാണാം, അക്കാന്തോസ് നൈഗ്രിക്കൻസ് ആയിട്ട് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. 11 to 12 year old ആയിട്ടുള്ള കുട്ടികൾ അക്കാന്തോസ് നൈഗ്രിക്കൻസ്, ഫേഷ്യൽ അക്കാന്തോസ് നൈഗ്രിക്കൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത്രയും ഇൻസുലിൻ റെസിസ്റ്റൻസ് അവർക്ക് ആ ചെറിയ പ്രായത്തിലേ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവർക്ക് ഇങ്ങനെ വരുന്നത്? ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറ്റാണ്. നമുക്ക് ആർക്കും ഒരു ഡെയിലി എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. എല്ലാവരും ഒരു 9 to 5 ജോബ്, അത് കൂടുതലും ഡെസ്കിലിരുന്ന് ഉള്ളൊരു ജോബാണ്. അപ്പം അതെല്ലാം നമ്മുടെ ഈ മെറ്റബോളിക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയൊക്കെ കൂട്ടും, ഒബീസിറ്റി കൂട്ടും. ഇതെല്ലാം അഡിപ്പോസ് ടിഷ്യൂലാണ് ഈ ആൻഡ്രോജൻസ് കൂടുതലും ഫോം ചെയ്യുന്നത്, ഈസ്ട്രജൻസിൽ നിന്ന്. അപ്പം ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിനെ കൂട്ടും, ഇത് തിരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൂട്ടും. അങ്ങനെ ഒരു സൈക്കിളാണ് ബേസിക്കലി. നമ്മളത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പേരൻസിനാണ് എസ്പെഷ്യലി ഇത് പിക്ക് ചെയ്യാൻ പറ്റുന്നത് അക്കാന്തോസ് നൈഗ്രിക്കൻസ്. കുട്ടികളെ കുളിപ്പിക്കുമ്പോഴോ കാണുമ്പോഴോ ഡേർട്ടി നെക്ക് അപ്പിയറൻസ് എന്ന് പറയും. ഈ ചെളിയായ പോലെ കഴുത്തിലിരിക്കുക, അണ്ടർ ആംസിലാണെങ്കിൽ ഫ്ലെക്ചറൽ ഏരിയാസിലൊക്കെ മടക്കുകളിലൊക്കെ ആണെങ്കിലും കാണുമ്പോൾ തന്നെ അതൊരു ഡോക്ടറെ കാണിക്കുക. തെറ്റിദ്ധരിക്കാതെ, അതെ, ഡെർമറ്റോളജിസ്റ്റിനെയോ എൻഡോക്രോളജിസ്റ്റിനെയോ ആരെങ്കിലും കാണിക്കുക. അപ്പോൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. കുട്ടികളെ എസ്പെഷ്യലി കളർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാനുള്ളത്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോള് പോലും നമ്മൾ വളരെയധികം എൻഫോഴ്സ് ചെയ്താലേ കുട്ടികൾ കഴിക്കുകയുള്ളൂ. അപ്പം നമ്മളത് കുറച്ച് ടയറിങ് ആണെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് പതിയെ അവരെ നല്ലൊരു ഹെൽത്തി ഡയറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ PCOD പിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ അക്കാന്തോസ് നൈഗ്രിക്കൻസ്. ചെറിയ ഏജിൽ അഡോളസൻസിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്ത് നമുക്കിതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ ഒത്തിരി സിവിയറിറ്റിയിലെത്തേക്ക് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും മുളയിലേ നുള്ളുന്നത് തന്നെയാണ്. ഓക്കെ. അതുപോലെ ഡോക്ടർ സ്കിൻ ടാഗ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്ത്, എന്താണ് ഈ സ്കിൻ ടാഗ് എന്ന് പറയുന്നത്? ഒന്നുകൂടി ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാനായിട്ടൊന്ന് പറഞ്ഞുതരോ? സ്കിൻ ടാഗ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു അരിമ്പാറ ഉണ്ട് കരിച്ചരാവോ എന്ന് ചോദിച്ചു വരുന്ന സംഭവം. പക്ഷെ അത് അരിമ്പാറയോ വാർട്ടോ അല്ല. ഈ പിടങ്കുല സൈറ്റിങ് തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള ടാഗ്സ് ബിഗ് വൺസ് ഉണ്ടാവും. അത് നമ്മൾ അക്രോകോഡോൺസ് എന്ന് പറയും. സ്മോൾ വൺസ് ഇതിന് കുത്ത് പോലെയൊക്കെ ഇവിടെ എല്ലാം വരുന്നത്. ഉണ്ണികൾ എന്ന് ചിലർ പറയും, അല്ലെ, ആ പാലുണ്ണി എന്നൊക്കെ പറയും. അതൊക്കെയാണ് സ്കിൻ ടാഗ്സ്. അത് കൂടുതലും അക്കാന്തോസ് നൈഗ്രിക്കൻസ് ആയിട്ട് അസോസിയേറ്റഡ് നെക്ക് ഏരിയയിൽ കാണാറുണ്ട്, ഫ്ലെക്ചറൽ ഏരിയാസ്, അണ്ടർ ആംസിലൊക്കെ കാണാറുണ്ട്, ബോഡിയിൽ അങ്ങിങ്ങ് കാണാറുണ്ട്. പക്ഷെ കൂടുതലും നെക്കിലും അണ്ടർ ആംസിലുമാണ് കാണുക. അത് നമുക്ക് കോട്ടറൈസ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഗുഡ് കോട്ടറി മെഷീൻ വെച്ച് ചെയ്താൽ വലിയ സ്കാറോ പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത് ഹീലാവുകയും ചെയ്യും. പക്ഷേ ആ കോസ് പെർസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പുതിയത് വീണ്ടും ഉണ്ടായി വരാം. അപ്പോൾ നമ്മൾ കോസിനെ ട്രീറ്റ് ചെയ്താൽ വരാതിരിക്കും. ഇനി നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസസ് ആണ്? നമ്മളിപ്പോൾ ഒരു മോയ്സ്ചറൈസർ വാങ്ങുന്നു, ഒരു ഫേസ് വാഷ് വാങ്ങുന്നു. സോ ഇൻഗ്രീഡിയൻസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? നമുക്ക് ഒരിക്കലും സ്കിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ PCOD ഉള്ള എല്ലാ പേഷ്യൻസിനും ഒരേ രീതിയിലുള്ള ടെക്സ്ചറോ കാര്യങ്ങളോ ആവണമെന്നില്ല. എന്നിരുന്നാലും ഒത്തിരി സൾഫേറ്റ് കണ്ടന്റുള്ള ഫേസ് വാഷസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറെ എന്തുകൊണ്ടാണ് സൾഫേറ്റ് ഫ്രീ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സ്കിന്നെ കുറച്ച് ഡ്രൈ ആക്കും. അപ്പം നമ്മൾ ഈ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു PCODയിൽ ഓയിൽനെസ് കൂടുതലാണ്, സെബോറിയ കൂടുതലാണ്. അപ്പം നമ്മൾ വീണ്ടും ഇത് വെച്ച് മുഖം കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കിൻ ഡ്രൈ ആവും. ഡ്രൈ ആവുന്ന സ്കിൻ ഈ സെബേഷ്യസ് ഗ്ലാൻസ് സെൻസ് ചെയ്ത് കൂടുതൽ സെബം റിലീസ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി ആവും. അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് പറയുന്നത് രാവിലെയും വൈകുന്നേരവും മാത്രം ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഓയിലി ആണെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാലും ശരി, ഇടയിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്ന പ്രവണത നല്ലതല്ല. പിന്നെ ചില സിബം ക്ലെൻസിങ് ആയിട്ടുള്ള ഫേസ് വാഷസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാൻ ഒരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ചുള്ളത്. പിന്നെ ഒത്തിരി പോർസ് ക്ലോഗ് ചെയ്യുന്ന ടൈപ്പിലുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം ആക്നെ പ്രോൺ സ്കിന്നിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. ജെൽ ബേസ്ഡ് ലൈറ്റ് വെയ്റ്റ് പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. അത് അപ്ലൈ ചെയ്യുക. വളരെ തിക്കായ ക്രീംസ്, ലോഷൻസ് ഒന്നും ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ ആൻറ്റി ആക്നെ മെഡിക്കേഷൻസ് PCOD ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് നമ്മളെ കുറച്ച് ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. ഇൻ ദ സെൻസ് നമ്മൾ സൺലൈറ്റ് പോകുമ്പോൾ വേഗം നമ്മൾ കരിവാളിക്കും. ഈവൻ നമ്മൾ ഇൻഡോർ ഒത്തിരി ലൈറ്റ്സിനിടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ് ബ്ലൂ ലൈറ്റ്, അല്ലെങ്കിൽ മൊബൈൽ കുറേ യൂസ് ചെയ്യുക, അതിൻ്റെ ലൈറ്റ് എല്ലാം വന്ന് നമ്മളെ കരിവാളിപ്പിക്കും. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ആ സൺസ്ക്രീനും ആക്നെ പ്രോൺ പേഷ്യൻസിന് വേണ്ടിയുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
കൂടുതൽ ആക്റ്റീവ്സ് കുറേ സീറംസ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ആക്റ്റീവ് ആക്നെ ഉള്ളപ്പോൾ ആക്നെയുടെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുക. ആക്നെ പോയതിന് ശേഷം പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അസിലിക് ആസിഡ് ബേസ്ഡ് സിറംസ് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ സ്വയം പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സ്കിൻ കെയർ റിലേറ്റഡ് ഇഷ്യൂസിന് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾക്ക് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്. അപ്പം അറ്റ് എ ടൈം ഇവരെ രണ്ടുപേരെയും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഇതിൽ ഈ ഒരു അസുഖത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൽ ഇൻവോൾവ് ആണോ? എന്താണ് ഡോക്ടേഴ്സിൻ്റെ ഒരു PCOD-യിൽ സ്കിന്നിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അവരിൽ എമെനോറിയ, ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ അവർക്ക് എൻഡോമെട്രിയൽ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിനുള്ള ചാൻസസും കുറച്ച് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇത് കൂടാണ്ട് ഇതിലെ ഹോർമോണൽ വേരിയേഷൻസും ഇൻസുലിൻ റെസിസ്റ്റൻസും ഈ രണ്ട് കാര്യങ്ങളെ കുറച്ചുകൂടെ കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് എൻഡോക്രൈനോളജിസ്റ്റിനായിരിക്കും. അപ്പോൾ അവരുടെ ഫോളോ അപ്പിൽ എപ്പോഴും ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ സ്കിന്നിൻ്റെ കൺസേൺസിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതുപോലെ നമ്മൾ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഡയറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുക. അത് കൂടാണ്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഹെൽപ്പിൽ ഡയറ്ററി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ചിലർക്ക് എങ്കിലും ഈ സ്കിന്നിലെ ഇഷ്യൂസ് നമുക്കറിയാം, ആക്നെ കൂടുന്നു, ഹെയർ ഗ്രോത്ത് കൂടുന്നു, ഹെയർ ഫോൾ കൂടുന്നു, ഒബീസ് ആവുന്നു. ഇതെല്ലാം നമുക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലവും ചിലരിലെങ്കിലും കാണാറുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ളതെല്ലാം അങ്ങനത്തെ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട്. അപ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് PCOD-യിലെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത്. വെറും ഒരു ഗൈനക്കോളജിസ്റ്റിന് മാത്രമോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് മാത്രമോ ആയിട്ട് ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാനായിട്ടും പറ്റില്ല. PCOS റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ഇഷ്യൂസ് കൊണ്ട് മാത്രം PCOS ആണ് അങ്ങ് അസ്യൂം ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമുക്കിത് PCOS ആണ് എന്നുള്ളൊരു നിഗമനത്തിലെത്തുന്നത്? അങ്ങനെ നമ്മൾ സെൽഫായിട്ട് അസ്യൂം ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ നമുക്ക് സെൽഫായിട്ട് അസ്യൂം ചെയ്ത് ഇതാണ് എന്ന് കണ്ടുപിടിക്കാൻ ആസ് എ ഒരു നോർമൽ പേഴ്സൺ എന്നുള്ള നിലയിൽ നമുക്ക് പറ്റുമോ? PCOS എന്ന് പറയുന്നതിൽ നമ്മൾ പല ഫീച്ചേഴ്സും പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളത് കൊണ്ട് PCOS ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ മുഖക്കുരു വന്ന ഉടനെ അത് PCOS-ന്റെ ഭാഗമാണോ? അല്ലെങ്കിൽ രോമ വളർച്ച കുറച്ച് നമുക്ക് ഇവിടെ മുസ്റ്റാഷ് ഏരിയയിൽ ചിന്നിൽ കുറച്ച് ഹെയർ ഗ്രോത്ത് സ്ത്രീകൾക്കും ഉണ്ട് അവിടെ രോമങ്ങൾ. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും അത് PCOS ആണെന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം PCOS ആണെങ്കിൽ തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം സിവിയറിറ്റിയിൽ അങ്ങ് അറ്റെത്തുമ്പോഴാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്, വാട്ട് എവർ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം മൈൽഡ് PCOS-നൊന്നും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മാറും. അതൊരു വശം. രണ്ടാമത്തത് PCOD നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് പല ക്രൈറ്റീരിയകളുണ്ട്. ഒന്ന്, ഡോക്ടർ പറഞ്ഞു ഒവേറിയൻ ഡിസ്ഫങ്ഷൻ. അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഓവറീസിൽ സിസ്റ്റ് കാണാം. അതും 1-2 സിസ്റ്റ് അല്ല, 12ഓളം സിസ്റ്റ് നമ്മളൊരു ഓവറിയിൽ കാണുമ്പോൾ അതിൽ ഒരു ഓവറിയുടെ വോള്യൂം എന്ന് പറയുന്നത് 10 ml കൂടുതലാകുമ്പോൾ അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അത് നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോഴാണ് അത് ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുവാണെങ്കിൽ അത് PCOD-യുടെ ഒരു പോയിൻ്റാണ്. 2, ആൻഡ്രോജൻ എക്സസിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു. ആ ആൻഡ്രോജൻ എക്സസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കാം. ഫ്രീ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അത് ബ്ലഡ് ടെസ്റ്റ് വഴിയല്ല, ക്ലിനിക്കലി ആൻഡ്രോജൻ്റെ എക്സസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഹിർസുഡിസം, മെക്കാന്തോസ് നിഗ്രിക്കൻസ്, സെബോറിയ, തലയിൽ മുടി കൊഴിച്ചിൽ എല്ലാം കൂടി ഉണ്ടെങ്കിലും നമുക്ക് PCOD എന്ന് പറയാം. അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒറ്റൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും PCOD ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മെഡിക്കലി, അതായത് മെഡിക്കൽ ടെസ്റ്റുകളിലൂടെയാണ് നമ്മളിത് ഈ ഒരു അസുഖമാണ് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് അല്ലേ ഡോക്ടർ? അപ്പോൾ നമ്മൾ ഈ കഴുത്തിലെ കറുപ്പുകളൊക്കെ പറഞ്ഞല്ലോ, ഈ സിംറ്റംസ് ഒക്കെ ആക്ച്വലി നമ്മൾ ആണുങ്ങൾക്കും കാണാറുണ്ട്. അവർക്ക് ഓവറി റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കില്ലായിരിക്കും, PCOS ആയിരിക്കില്ലായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് മെന്നിന് ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് വരുന്നത്? അത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു കാര്യം ആണുങ്ങളിലും വരാം. അത് ചിലപ്പോൾ ഈ സെൻട്രൽ ഒബീസിറ്റി അങ്ങനെ റിലേറ്റഡ് ആയിട്ടായിരിക്കും. നമ്മുടെ ഈ ഇപ്പോൾ വിസറൽ ഫാറ്റ് എന്ന് പറയും, അതിനകത്തുമൊക്കെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴുത്തിൻ്റെ കറുപ്പ്, സ്കിൻ ടാക്സ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അവർക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡയറ്റിൻ്റെയും എക്സസൈസ്, ലൈഫ് സ്റ്റൈലെല്ലാം വെച്ചിട്ട് അതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ PCOS നമ്മൾ ലൈഫ് സ്റ്റൈലുകൾ പറഞ്ഞു. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ലൈഫ് സ്റ്റൈലുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? വന്ന ഒരാളോട് ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഡെയിലി കാര്യങ്ങൾ, ഡെയിലി അവരുടെ ലൈഫ് റൂട്ടീൻസ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ്? ഇപ്പം നമ്മൾ ഡയറ്റിൽ കൂടുതലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫൈബർ കണ്ടൻറ്റ് കൂട്ടാൻ പറയും. വീഗൻ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കും. ഇപ്പോൾ വീഗൻ ഡയറ്റൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ യുവജനങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയറാണ്.
നമ്മളൊന്നും ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. പക്ഷേ ഇപ്പം അതിൻ്റെ കുറേ റെസിപ്പീസ് വരുന്നുണ്ട്, ഡയറ്റീഷ്യൻസും ന്യൂട്രീഷ്യൻസും ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആനിമൽ പ്രോട്ടീനേക്കാളും കൂടുതൽ വീഗൻ പ്രോട്ടീൻസ് കൂടുതൽ കൺസ്യൂം ചെയ്യുക. എന്തൊക്കെയാണ് വീഗൻ പ്രോട്ടീൻസിൽ എന്തൊക്കെയാണ്? അതായത് ഇപ്പം സോയ, ടോഫു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ അത് അവൈലബിളും ആണ് ആക്ച്വലി. പൾസസ്, ലെഗൂംസ് എന്നൊക്കെ പറയില്ല, ഹോൾ ഗ്രെയിൻസ്, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് ആനിമൽ പ്രോട്ടീൻ, റെഡ് മീറ്റ് ആവാതിരിക്കട്ടെ, അങ്ങനെ. അതുപോലെ തന്നെ ധാരാളം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫൈബർ കണ്ടൻറ്റ് കൂട്ടുക. നമ്മൾ ഒരു പോർഷൻ ഫുഡ് എടുക്കുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചെടുക്കുക അല്ലേ, ഒരു 50%-നെക്കാളും താഴെ കാർബോഹൈഡ്രേറ്റ് എടുക്കുക, പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക, ഫൈബർ നന്നായി ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 34 ഗ്രാം ഓഫ് ഫൈബർ തന്നെ പെർ പോർഷനൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ക്യൂസീൻ സ്റ്റൈലൊന്നും അതിനത്ര എളുപ്പമല്ല. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടൊരു ഡയറ്റ് പ്ലാൻ ചെയ്താൽ വളരെ നല്ലതാണ്. 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുക, അത് ധാരാളം സാലഡ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഭക്ഷണമാകട്ടെ. രാത്രി ഒത്തിരി ഉറക്കം ഉളച്ചിരിക്കാതിരിക്കുക, അതൊക്കെ ചിലപ്പോൾ ഈ ഫാസ്റ്റ് ഇൻസുലിൻ ലെവൽസിനെ കൂട്ടാൻ സാധ്യതയുണ്ട്, നമ്മൾ ഒത്തിരി ഉറക്കം ഉളയ്ക്കുന്നതൊക്കെ. അപ്പോൾ നേരത്തെ സമയാസമയം ഉറങ്ങാൻ നോക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ വർക്കൗട്ടോ ജിമ്മിലോ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ വേർക്കുന്ന രീതി നടക്കുകയെങ്കിലും ചെയ്യുക. ഒരു 40 minutes once a day, 5 days a week, 2 days റെസ്റ്റ് എടുത്തോട്ടെ അല്ലേ, അങ്ങനെ നോക്കുക. ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കുക. ഷുഗർ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഒഴിവാക്കാൻ പാടും, അതിനിഷ്ടമുള്ളവർക്ക് ഏറ്റവും പാട് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഏറ്റവും ക്രേവിംഗ് ഉള്ളത് ഷുഗറാണ്. ബിഞ്ച് ചെയ്യാതിരിക്കുക. ചോക്ലേറ്റ് കഴിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫുൾ ചോക്ലേറ്റ് കഴിക്കാതെ ഒരു ചെറിയ സ്ക്വയർ ആഴ്ചയിലൊരിക്കൽ കഴിക്കുക. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ കുറച്ച് വരുമ്പോൾ പിന്നെ നമുക്കതിൽ നിന്ന് എളുപ്പമാണ് വിടാൻ. നമ്മളിത് 2-3 weeks കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്ലോലി നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണും. ആദ്യം നമുക്ക് കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നും, കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കുറയ്ക്കുമ്പോൾ. അതിനൊന്നും ഒരു ആരോഗ്യമില്ല, ഒരു സുഖമില്ല, ഇതൊന്നും കഴിക്കുക എന്നിട്ട്. പക്ഷേ ഒരു 2-3 weeks ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യും. അത് 2-3 months ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. നമ്മൾ സ്ലോലി അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ധാരാളം ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക, പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക, ആനിമൽ പ്രോട്ടീൻസ്, റെഡ് മീറ്റ് കുറയ്ക്കുക. പിന്നെയുള്ള പ്രശ്നം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പാം ഓയിലുള്ള പ്രോഡക്ട്സ് കുറയ്ക്കുക. ട്രാൻസ് ഫാറ്റുകൾ കുറയ്ക്കാൻ വേണ്ടി റിക്കറൻ്റായിട്ട് നമ്മൾ ഒരേ ഓയിൽ തന്നെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് കുറയ്ക്കുക. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ ക്യാപ്സ്യൂൾസ് ഒക്കെ കിട്ടുന്നത് കഴിക്കുന്നത് നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ് നല്ലൊരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും, ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്കിൻ ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനത്തെ. പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്, മയോഅയനോസിറ്റോൾ, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് ഒക്കെ PCOD കുറേ മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ടല്ലോ, അതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതൊക്കെ ഒരു ഡോക്ടറെ കണ്ട് എടുക്കുന്നതായിരിക്കും ഡോസിൽ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളാണ് പറഞ്ഞത്. ഈ PCOS ഏറ്റവും ഷൂട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടാൻ സാധ്യതയുള്ള ഭക്ഷണം, അത് ഒഴിവാക്കേണ്ട, കമ്പൽസറി ആയിട്ടും യു ഷുഡ് അവോയ്ഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ ബേക്കറി, സ്വീറ്റ്, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ്സ് നമ്മൾ പറയും. അത് ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉള്ള സംഭവം. പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽസ് പെട്ടെന്ന് റൈസ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ ഭക്ഷണത്തിലാണ് ആക്ച്വലി ഈ ആഡഡ് ഷുഗേഴ്സ് ഉള്ള എല്ലാ ഭക്ഷണവും? ഇപ്പം നമ്മൾ ഐസ്ക്രീംസ് ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ഡോണറ്റ്, അങ്ങനത്തെ സംഭവങ്ങളിലെല്ലാം ആ ഒരു പ്രശ്നമുണ്ട്. അത് ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ ടപ്പേന്ന് അങ്ങ് നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുകയാണ്. സ്ലോലി റിലീസ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ഇൻസുലിൻ വന്ന് അതിനെ കറക്റ്റാക്കി കൊണ്ടുപോകും. ഇത് അത്രയും പെട്ടെന്ന് ഷുഗർ കൂടുമ്പം നമുക്ക് അത് കറക്റ്റാക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇൻസുലിൻ കൂടുതൽ സെക്രേറ്റ് ചെയ്യേണ്ടി വരുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, കൂടുതൽ ഇൻസുലിൻ ബ്ലഡിൽ കാണുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ച് ഡയറ്റ് കഴിക്കുക. ഈ ഫ്രൈഡ് ഐറ്റംസുകളൊക്കെ പ്രശ്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഫുഡ്സ്. ഓക്കെ, പിന്നെ ഓയിൽ അവർ യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഈ ഷുഗർ കട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് കുറേ പേര് ഷുഗർ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. അതൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ്സ് കുഴപ്പമില്ല, പക്ഷേ ക്വാണ്ടിറ്റി ഇതാണ്. ചിലർക്ക് മൈഗ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ. ഓക്കെ, ഇല്ലെങ്കിൽ അതിൻ്റെ ചോക്ലേറ്റിനോടാണ് ക്രേവിംഗ് എങ്കിൽ അതൊരു ഓപ്ഷനാണ്. ഷുഗറിനോടാണ് ക്രേവിംഗ് ഇല്ല ഷുഗർ. അപ്പൊ ആക്ച്വലി ഇപ്പൊ കുറെ പേര് ഇപ്പൊ നമ്മുടെ ഡയറ്റിലൊക്കെ കുറെ ഷുഗർ കട്ട് ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. പക്ഷെ ഷുഗർ കട്ട് ആക്ച്വലി നമ്മുടെ സ്കിൻ ഗ്ലോനെ ശരിക്കും ഇത് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും. എന്താ പ്രോബ്ലം, നമ്മൾ ഇതെല്ലാം ഫോളോ ചെയ്താലും, നല്ല ഡയറ്റ് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്താലും ഒരു 1 month കഴിയുമ്പോൾ 1 kg ഒക്കെ കുറയുള്ളൂ. അതോടെ എല്ലാവരും ഇത് അവസാനിപ്പിക്കും. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് 1 kg കുറയുള്ളൂ, എനിക്ക് ഇത്രയും ഇനി കുറയ്ക്കണം, അത് എങ്ങനെ കുറയും? പക്ഷെ നമ്മൾ അത് തന്നെ 2nd month കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 2-3 kgs കുറയും.
ഇനീഷ്യൽ കുറച്ച് kgs കുറയ്ക്കാൻ, ആ ഫാറ്റ് മൊബിലൈസ് ചെയ്യാനാണ് പാട്. അതൊന്ന് മൊബിലൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ റിസൾട്ട്സ് ഭയങ്കര ബെറ്റർ ആണ് ആഫ്റ്റർ 2 or 3 months. ഓക്കെ, ഇനി നമ്മുടെ അടുത്തൊരു സെഗ്മെൻ്റ് ആണ് മിത്ത് അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. സോ ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് പീരീഡ്സ് റെഗുലർ ആണെന്നുണ്ടെങ്കിൽ PCOS ഉണ്ടാവില്ല. അതുപോലെ PCOS റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്നീസ് പീരീഡ്സിൻ്റെ സമയത്ത് മാത്രമേ വരുള്ളൂ എന്നുള്ളത്. ഇതൊരു മിത്ത്. ഇത് ശരിയാണോ തെറ്റാണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്രൈറ്റീരിയ കൊണ്ടാണ് നമ്മൾ PCOS ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ PCOS ഉള്ള ഒരാൾക്ക് മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് വരുന്നത് മേ ബി കുറച്ചും കൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കാം. നമ്മൾ ഹിർസുട്ടിസം, അതായത് ഈ ഹെയർ ഗ്രോത്ത് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആക്നെ ആയിട്ടോ സെബോറി ആയിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു 3 to 6 months മെൻസ്ട്രൽ റെഗുലാരിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നോർമൽ പീരീഡ്സ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബാക്കി ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പർ ആൻഡ്രോജനിസം, അതായത് ആൻഡ്രോജൻ കൂടിയ ബാക്കി ഫീച്ചേഴ്സ് ക്ലിനിക്കലി എനിക്കുണ്ടെങ്കിൽ, അതായത് ആക്നെ ഉണ്ട്, ഹിർസുട്ടിസം ഉണ്ട്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ ആക്യാൻസ് ഉണ്ട്, ഞാൻ ഒബീസാണ്, ഓവർ വെയ്റ്റ് ആണ് എങ്കിൽ നമ്മൾ PCODക്ക് ഇവാലുവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ല? അല്ലാണ്ട് മെൻസ്ട്രൽ റെഗുലാരിറ്റീസ് ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. മേ ബി അല്ലായിരിക്കാം, പക്ഷേ ആകാൻ സാധ്യതയുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ പീരീഡ്സുമായിട്ട് അനുബന്ധിച്ചുള്ള ആക്നെ എല്ലാവർക്കും ഉണ്ട്. PCODയുടെ ഭാഗമായിട്ട് മാത്രമല്ല, എല്ലാവർക്കും പീരീഡ്സിന് സമയമാകുമ്പം ഒരു ഫ്ലെയർ ആക്നെക്ക് സംഭവിക്കാറുണ്ട്. PCODക്കും സംഭവിക്കും. പക്ഷേ PCODക്ക് ആ സമയത്ത് മാത്രമല്ല, അല്ലാണ്ട് പെർസിസ്റ്റ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി ആക്നെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. സാധാരണമായ ആക്നെ ലീഷൻസും PCOD ആൾക്കാരിൽ കാണുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്കായ ബിഗ് നോഡുലാർ സിസ്റ്റിക് ആക്നെ ലീഷൻസ് ഈ ഭാഗത്ത് കാണുന്ന എല്ലാ PCOD പേഷ്യൻസിനും ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും പക്ഷേ ഒരു എണ്ണമായി ഉള്ളത് എല്ലാവർക്കും സാധാരണ നോക്കുരു പോലെ തോന്നിക്കുന്ന കുരുക്കൾ PCOD ആൾക്കാർക്കുണ്ട്. അപ്പോൾ നമുക്കത് പീരീഡ്സ് കാരണം ഉണ്ട് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ പീരീഡ്സ് റെഗുലർ ആണ് എന്ന് പറഞ്ഞ് ബാക്കി സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് PCOS അല്ല എന്നുള്ള നിഗമനത്തിലും എത്താൻ പറ്റില്ല. ഇങ്ങനത്തെ സിംറ്റംസ് കണ്ട ഇതൊക്കെ ഈ തെറ്റായ ധാരണകൾ ഇത് ചെയ്യാതെ നേരെ ഡോക്ടറെ പോയി കാണുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ അടുത്തൊരു മിത്താണ് ആക്ച്വലി ഓൾ വിമൻ, അതായത് PCOS ഉള്ള എല്ലാ സ്ത്രീകൾക്കും കഴുത്തിൻ്റെ പുറകിൽ കറുത്ത പാടുകൾ ഉണ്ടാകും എന്ന് പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് എല്ലാവരിലും ഉണ്ടാവണം എന്നില്ല. പക്ഷേ നമ്മളതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മാർക്കറായിട്ടാണ് യൂഷ്വലി പറയുന്നത്. ചിലപ്പം PCOD ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കഴുത്തിൻ്റെ പുറകിലുള്ള കറുപ്പ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും 100% ആൾക്കാരിലും ഇതുണ്ടാവണം എന്നില്ല PCOD ഉള്ളത്. പിന്നെ PCOD ഉള്ള ചിലരിൽ നമ്മൾ ഒബീസിറ്റി, നമ്മൾ കൂടുതൽ വെയിറ്റ് ഉള്ളവർക്ക് ജനറലൈസ്ഡ് ആയിട്ടൊരു പിഗ്മെന്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അത് പക്ഷെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളങ്ങനെ കാണാറുണ്ട്. PCOD ഉള്ള ആൾക്കാർ കുറച്ച് വെയിറ്റ് കൂടുതലുള്ളവർക്ക് ജനറലി അവർക്ക് കുറച്ചൊരു പിഗ്മെന്റേഷൻ ടെൻഡൻസി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യാം. ഈ ലോക്കലൈസ്ഡ് ആയിട്ട് കഴുത്തിൻ്റെ പുറകിൽ മാത്രമല്ലാണ്ട് മൊത്തത്തിലൊരു ഡാർക്ക്നെസ്സും വരാറുണ്ട്. ഓക്കെ, അതുപോലെ ഈ PCOS റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ആക്നീസ് ഫേഷ്യലുകൾ കൊണ്ടോ സ്കിൻ റെമഡീസ് കൊണ്ടോ അല്ലെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന മഞ്ഞൾപ്പൊടി അങ്ങനത്തെ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻസ് കൊണ്ടോ മാറ്റാൻ പറ്റും എന്നുള്ളൊരു ധാരണയുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പം ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ, ഇതൊരു ഹോർമോണൽ ഇഷ്യൂ ആണ്. അണ്ടർലൈൻ കുറേ കോസ് കാരണം പല ഫാക്ടേഴ്സ്, ജനറ്റിക് അതല്ലാത്ത ഫാക്ടേഴ്സ് എല്ലാം കൂടെ വന്ന് സംഭവിക്കുന്ന മൾട്ടിപ്പിൾ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ പുറത്ത് കുറച്ച് തൈരോ പൊട്ടറ്റോ ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ കുറേ പേര് ഹോം ബേസ്ഡ് പീൽസും റെമഡീസും ഒക്കെ ചെയ്ത് പൊള്ളി ബേൺസ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് കുട്ടികൾ വരാറുണ്ട്. നമ്മളവരെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും ഡെർമറ്റോളജിസ്റ്റിനെയും കൊണ്ട് ചെയ്യിക്കുക. അങ്ങനത്തെ അതും അഡ്ജുവൻ്റ് ആക്ഷനാണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞത് ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ തന്നെയാണ്. മറ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഇതിനൊരു ആഡ് ഓൺ ആണ്. പിഗ്മെൻറ്റേഷനെ സ്കാറിങ്ങിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതായത് നോർമൽ നമ്മുടെ ഫേഷ്യൽസ് കൊണ്ടൊന്നും ഇത് മാറില്ല. നമ്മുടെ പ്രോപ്പർ മെഡിക്കേഷൻസ് തന്നെ വേണം. അതൊന്നും ഒരു തെറ്റായ മറ്റേ ഫേഷ്യൽ കൊണ്ടും സ്കിൻ കെയർ റെമഡി കൊണ്ടും മാറുന്നുള്ളതൊരു തെറ്റായ ധാരണയാണ്. അതുപോലെ അടുത്തൊരു മിത്ത് ആക്ച്വലി നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നമുക്കതല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. PCOS എന്ന് പറയുന്ന അസുഖം റീപ്രൊഡക്റ്റീവ് ഓർഗനെ മാത്രമേ ബാധിക്കുള്ളൂ, സ്കിന്നിനെ ബാധിക്കില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. എനിക്ക് തോന്നുന്നു അതങ്ങനെ അല്ല, സ്കിന്നിനെ ബാധിക്കും എന്നുള്ളത് നമ്മുടെ പറയുന്നത് കൊണ്ട് യെസ്
യെസ്, അപ്പോൾ ആ മിത്തും തെറ്റാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഇതാണ്, ഓവർ വെയ്റ്റ് ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ PCOS ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ PCOS റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് ഭയങ്കര വെയിറ്റ് ഉള്ളവർക്ക് മാത്രം ആണ്, ഓവർ വെയ്റ്റ് വിമൻസിനാണ് ഇത് വരുന്നത് എന്നുള്ളൊരു എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു മിത്താണോ എന്താണ്? അത് നല്ല ചോദ്യമാണ്. ഇപ്പം വളരെയധികമായിട്ട് നമ്മൾ കാണുന്ന ഒരു എൻറ്റിറ്റിയാണ് ലീൻ PCOS. മെലിഞ്ഞ ആൾക്കാരിലും PCOSന്റെ ഫീച്ചേഴ്സ് കാണുന്നത്. അത് ഓവർ വെയ്റ്റ് അല്ല, അവർ ബോഡി മാസ് ഇൻഡെക്സ് BMI എന്ന് പറയുന്നത് <25 ഉള്ളവരെയാണ്, പ്ലസ് PCOSന്റെ ഫീച്ചേഴ്സ് ഉള്ളവരാണ് ലീൻ PCOS കാറ്റഗറി പെടുന്നത്. അവരുടെ രണ്ടുപേരുടെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ സെയിം ആണ്. ഒബീസ് വണ്ണമുള്ള ആൾക്കാരിലും ലീൻ PCOS ആൾക്കാരിലും ഈ ഫീച്ചേഴ്സ് വരുന്നത് ഹിർസൂട്ടിസം വരാം, ക്യാൻസർ ആക്നെ വരാം, അതെല്ലാം സെയിം ആണ്. ഇറഗുലർ പീരീഡ്സും വരാം. പക്ഷേ സിവിയറിറ്റി കുറച്ചുകൂടെ കുറവാണെന്ന് മാത്രം. പക്ഷേ നമ്മൾ അത് കൺട്രോൾ ചെയ്ത് ഡയറ്റോ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ അത് ഓവേർട്ടായിട്ട് ഒബീസ് കേസിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഡയറ്റിന് ലീൻ PCOSലും റോളുണ്ട്. നല്ലൊരു ബാലൻസ്ഡ് ആയിട്ട് കഴിച്ച് വെയിറ്റ് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഏത് ഏജ് തൊട്ട് ഏത് ഏജ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ കാണുന്നത്? PCOD പോലത്തെ ഈ ഒരു അസുഖം ഏറ്റവും അതായത് അഡോളസൻസ് മുതൽ തന്നെ ഫീച്ചേഴ്സ് കാണാം. പക്ഷെ നമ്മൾ അഡോളസൻസിൽ ഒരിക്കലും PCOD ഡയഗ്നോസ് ചെയ്യാറില്ല. കാര്യം അഡോളസൻസ് നമ്മൾ ഉദ്ദേശിച്ച് മനസ്സിലായി, 13 to 18 ഇയേഴ്സ് ഓഫ് ഏജിൽ പീരീഡ്സ് ഇറഗുലാരിറ്റി ഡെഫിനറ്റ്ലി സംഭവിക്കാം ഇനീഷ്യൽ സ്റ്റേജസിൽ. അതുപോലെ ബാക്കി കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇൻ ആൻഡ് അറൗണ്ട് സംഭവിക്കാം. അപ്പം നമുക്ക് PCOD ആണെന്നൊരിക്കലും നമുക്ക് അപ്പം പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. 18 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ ആകുന്ന ടൈമിലാണ് നമ്മൾ PCOD യൂഷ്വലി ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മിത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മിത്ത് അൺലോക്ക്ഡ് എന്ന് പറഞ്ഞ നമ്മുടെ സെഗ്മെൻറ്റ് ഇതായിരുന്നു. ഗൃഹലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മുടെ ഫോളോവേഴ്സ് ഇതിനെപ്പറ്റിയുള്ള കുറച്ച് അവരുടെ ക്വറീസ് ഇട്ടിട്ടുണ്ട്. ഡോക്ടർ നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ വരുണ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, PCOS മൂലമുള്ള ചർമ്മ പ്രശ്നങ്ങൾ എൻ്റെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു, അതിനെ എങ്ങനെ മാനസികമായി കൈകാര്യം ചെയ്യാം? അപ്പം PCODയിൽ ശരിക്കും ഈ ആക്നെ, ഹിർസ്യൂഡിസം എല്ലാം കൂടി വന്ന് നമ്മുടെ ബോഡിയുടെ ഇമേജിനെ തന്നെ വല്ലാണ്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മെൻ്റൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി, ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ ചോദിച്ചിരിക്കുന്ന ചർമ്മ പ്രശ്നങ്ങൾ, അതിൽ ചർമ്മ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആക്നെ, ഹിർസ്യൂഡിസം എല്ലാത്തിനും നമുക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിനെ ക്യൂർ ചെയ്താലും മാത്രമേ നമുക്ക് അത് മൂലമുണ്ടായിട്ടുള്ള ഒരു ഡിപ്രഷൻ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിനെ ക്യൂർ ചെയ്താൽ നമ്മുടെ ബോഡി ഇമേജിൽ വരുന്ന ഒരു ചേഞ്ചിൽ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസും നല്ല ചേഞ്ചസും മെൻ്റലി തന്നെ വരാറുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് PCOD. പക്ഷേ അതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ അതിലധികം സ്ട്രെസ് എടുക്കാതെ വിഷമിക്കാതിരിക്കാനും ശ്രമിക്കുക. ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ കണ്ടെത്തുക വീട്ടിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു കൗൺസിലറിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ. പിന്നെ ഇതെല്ലാം ഡീൽ ചെയ്യാവുന്ന ഇഷ്യൂസ് തന്നെയാണ്. നമ്മൾ ഡയറ്ററി മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കതിന് നല്ലൊരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഡിഫറൻസ് കണ്ടുപിടുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടും. ഓക്കെ. ആതിര എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിരിക്കുന്നത്, PCOS ഉള്ള എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുന്ന സ്കിൻ കെയർ റുട്ടീൻ എന്താണ്? നമ്മൾ ചെറുതായിട്ട് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുഖക്കുരു കൂടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പം കുറേ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട്, DIY എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളാനോ ഓയിൽ കണ്ടൻറ്റ് കൂടാനോ പോർസ് ക്ലോഗായി കൂടുതൽ സിസ്റ്റിക് ആക്നെ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൽ ശ്രദ്ധിക്കേണ്ടത് പാരബൻ ഫ്രീ ആയിട്ടുള്ള, ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ നല്ല മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നല്ലൊരു ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ മിസലാർ വാട്ടറൊക്കെ മേടിക്കാൻ കിട്ടും. അത് വെച്ച് നന്നായി മേക്കപ്പ് ക്ലീൻ ചെയ്ത് കളയുക. എന്നിട്ട് രാത്രി ഉപയോഗിക്കേണ്ട മെഡിസിൻസ് ഉപയോഗിക്കുക. ജസ്റ്റ് ഫേസ് വാഷോ സോപ്പോ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ആ മേക്കപ്പ് എല്ലാം ന്യൂട്രലൈസ് ചെയ്ത് പോകണമെന്നില്ല. അതുപോലെ സ്കിൻ കെയർ റുട്ടീനിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആക്നെയുള്ള ആൾക്കാരാണ് എങ്കിൽ നല്ലൊരു സെബം ക്ലെൻസിങ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഒരു പോർ റിഫൈനർ എന്നൊക്കെ പറഞ്ഞ പ്രോഡക്ട്സ് ഉണ്ട്. അതൊരു മേക്കപ്പ് ബേസ് ആയിട്ട് ഇട്ടിട്ട് മേക്കപ്പ് ഇടുവാണെങ്കിൽ അധികം പോർസ് ക്ലോഗ്ഡ് ആകില്ല. അതുപോലെ സൺസ്ക്രീൻ നമ്മൾ പറഞ്ഞ പോലെ ആക്നെ പ്രോൺ സ്കിന്നിന് സൂട്ടാവുന്ന ജെൽ ബേസ് ഫോമുലേഷൻസ് തിരഞ്ഞെടുക്കുക. വൈകുന്നേരം വരുമ്പോൾ മിസലാർ വാട്ടർ വെച്ച് അല്ലെങ്കിൽ ക്ലെൻസിങ് ബാം വെച്ച് മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ആൻറ്റി ആക്നെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുക. അഞ്ജിത എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, PCOSും ഡാൻഡ്രഫും തമ്മിൽ ബന്ധമുണ്ടോ? 2 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ഇതാണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു PCODയിൽ സെബോറി എപ്പോഴും ഒരു ഓയിലി സ്കിന്നിന് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്കാൽപ്പും ഓയിലി ആയിരിക്കും. അപ്പം നമ്മുടെ ഡാൻഡ്രഫിന് എപ്പോഴും ഒരു കാരണമായിട്ട് പറയുന്ന അതാണ്, ഓയിലി സ്കാൽപ്പ് പ്ലസ് ഫംഗൽ ആക്ഷൻ. അപ്പം
ഡെഫിനറ്റ്ലി ഈ PCOD ഉള്ളവരിൽ സ്കാൽപ്പ് ഓയിലി ആവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡാൻഡ്രഫിന് ചാൻസും ഉണ്ടാവും അവരിൽ. രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത് PCOD കാരണം മുടി വല്ലാതെ പോകുന്നു, വീണ്ടും മുടി വളരുമോ? PCODയിൽ ഡെഫിനറ്റ്ലി ഹെയർ ഫോൾ കൂടുതലായിരിക്കും, ഹെയർ തിന്നിങ്, സ്കാൽപ്പ് ഹെയർ തിന്നിങ് ഉണ്ടാവും. ഏർലി ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുടി തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്കതിനൊരു ക്യൂർ ഉണ്ട്. പക്ഷേ വളരെ ഏർലി ട്രീറ്റ്മെൻറ്റിലായിരിക്കും നല്ല ചേഞ്ചസ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ ആ സ്കാൽപ്പ് ഹെയർ കുറയുന്ന ആൾക്കാരിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നേരത്തെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ച് എടുക്കണം. രേഷ്മ എന്ന പേരുടെ കുട്ടിയാണ്. രേഷ്മ എന്ന കുട്ടി ചോദിക്കുന്നത്, PCOS ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ പിമ്പിൾ വരുന്നു, എനിക്ക് ഉപയോഗിക്കാവുന്ന സേഫ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? നമുക്കൊരിക്കലും ഒരു ബ്രാൻഡായിട്ട് സത്യം പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൂടുതലും ഞാൻ പറഞ്ഞ പോലെ പാരബൻ ഫ്രീ ആണോ സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഒത്തിരി ഹെവി ലിക്വിഡ് ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക, അതൊക്കെ പോർസിനെ ക്ലോഗ് ചെയ്യും. കോമ്പാക്ട് പൗഡേഴ്സോ ഫൗണ്ടേഷൻ സ്റ്റിക്സോ ഉപയോഗിക്കുക, മേക്കപ്പ് അത്യാവശ്യമുള്ളവർ. ഓക്കെ, എന്നിട്ട് അത് മിസലർ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയേണ്ടതുണ്ട്. നമ്മൾ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക, കാരണം അതൊക്കെ സെൻസിറ്റിവിറ്റി കുറയ്ക്കും. പിന്നെ എല്ലാ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു പാച്ച് ടെസ്റ്റ് പോലെ നമ്മുടെ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ കൈയുടെ, ചെവിയുടെ ബാക്കായിരിക്കും കുറച്ചുകൂടെ പ്രിഫറബിൾ, അവിടെ വല്ലതും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. നേരത്തെ ഞാനൊരു പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞായിരുന്നു, പോർ റിഫൈനർ എന്നൊക്കെ പറഞ്ഞ പല പ്രോഡക്റ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുവാണെങ്കിലും പോർസ് ക്ലോഗ് ചെയ്യാൻ ടെൻഡൻസി കുറച്ച് കുറഞ്ഞു കിട്ടും. അടുത്തത് ക്രിസ്റ്റീന MS. അവർ ചോദിച്ചിരിക്കുന്നത്, PCOS ഉള്ളതുകൊണ്ട് കല്യാണം കഴിക്കാമോ? PCOD ഉള്ളവരിൽ കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു റൂളൊന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക, കാരണം ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു റിസൾട്ട് കണ്ടുവരാനായിട്ട് എന്തായാലും ഒരു ടൈം എടുക്കും. ആ ഹോർമോൺസ് എല്ലാം ഒന്ന് ബാലൻസായി വരാൻ 3 to 6 months എങ്കിലും മിനിമം എടുക്കും, എല്ലാ സിംറ്റംസും കുറഞ്ഞ് നമ്മുടെ നോർമൽ ഒരു രീതിയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ആ അതായത് ഈ കല്യാണപ്രായമായ കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലും അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് അത് കൺഫേം ചെയ്യുക, നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് ഗർഭധാരണത്തെ ഇത് ബാധിക്കുമോ എന്ന്. അതായത് ഇവരിൽ ഓവുലേഷൻ കുറവായിരിക്കും, തീർച്ചയായിട്ടും ഓവുലേഷൻ നടന്നാലേ പ്രഗ്നൻസി നടക്കുകയുള്ളൂ. അപ്പോൾ ഓവുലേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് ഗർഭധാരണത്തിന് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ പിന്നീട് വേണ്ടി വരാം. അപ്പം ഇനിഷ്യലി തന്നെ അത് ട്രീറ്റ് ചെയ്യുക. ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ ഫലം കാണാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം പുതിയതായിട്ടുള്ള ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, ഓവുലേഷൻ ഇൻഡക്ഷനായിട്ട് ക്ലോമിഫിൻ അങ്ങനത്തെ ടാബ്ലറ്റ്സ് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നീടായിട്ട് IVF-ലേക്കും ഒക്കെ, പിന്നെ വലിയ സിസ്റ്റ് ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഡ്രില്ലിംഗ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഗൈനക്കോളജിയുടെ ഇതിൽ പറയുന്നതാണ്. പിന്നെ എല്ലാ PCOD ഉള്ളവർക്കും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ഇത് അൺഡിക്റ്റഡ് ആയിട്ട് പോയി കുറേ നാൾ ഹോർമോൺ ഇൻഫ്ലുവൻസിൽ യൂട്രസിന് എൻഡോമെട്രി ഇരിക്കുമ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. അപ്പം ചെറിയ PCOD ഉള്ള എല്ലാവരും ഇൻഫെർട്ടിലിറ്റി വരുമോ, ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ചിന്തിക്കുന്നത് തെറ്റാണ്. പോകുമ്പം അതൊരു സൈക്കിളായിട്ട് പിന്നെയും അതിലേക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ട്രീറ്റബിൾ ആണ്, നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാവുന്ന ഒന്ന് തന്നെയാണ്. അതിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് എപ്പോഴും ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അടുത്തത് അഫ്രീന എന്ന കുട്ടി ചോദിച്ചിരിക്കുന്നത്, സന്ധ്യയ്ക്ക് ശേഷം എനിക്ക് മുഖം കൂടുതൽ ഓയിലും പിമ്പിളും വരുന്നു, അത് PCOS-ൻ്റെ ഭാഗമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PCOS അസോസിയേറ്റഡ് സെബോറിയ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ സംഭവിക്കാം, സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാം, സെബോർ ഡെർമറ്റൈറ്റിസ്, ഇങ്ങനെ ഫ്ലേക്കി സ്കെയിൽ മാതിരി മൂക്കിൻ്റെ സൈഡ്, ചെവിയുടെ ബാക്കിൽ, ഇൻ്റർമാമറി ഏരിയയിലൊക്കെ വരാം. പക്ഷേ സാധാരണ മുഖക്കുരുവുള്ള ആൾക്കാർക്കും ഓയിൽനെസ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പം ഈ ഒറ്റൊരു കാരണം കൊണ്ട് നമുക്കൊരിക്കലും അത് PCOS ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എന്തെങ്കിലും അനുബന്ധമായിട്ട് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കുക. അല്ലാണ്ട് കുരുവുണ്ട് എണ്ണമയം ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് PCOS ആവാനുള്ള സാധ്യത പറയാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നോർമലി എല്ലാവരിലും, ഇപ്പോൾ PCOD ഉള്ളവരിലും ഇല്ലാത്തവരിലും ഓയിൽ പ്രൊഡക്ഷൻ എപ്പോഴും ഫേസിൽ കൂടുതൽ ഒരു ഈവനിങ് ടൈമിന് ശേഷമാണ്. പോർസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അപ്പോൾ കൂടുതൽ ഓയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഓയിൽനെസ് കൂടുതൽ ഈവനിങ്ങിന് ഫീൽ ചെയ്യുന്നതുകൊണ്ടൊരു കാരണം നമുക്ക് PCOS ആണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ധാരാളം മുഖക്കുരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് അസോസിയേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൃഷ്ണപ്രിയ എന്നൊരു കുട്ടി ചോദിക്കുന്നു, ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന PCOS ഫേഷ്യൽസുകൾക്ക് വൈദ്യപരമായ വാല്യൂ ഉണ്ടോ? ഇപ്പം മെഡിഫേഷ്യൽസ് എന്ന് പറഞ്ഞ് നമ്മളും ആക്ച്വലി ഒരു റേഞ്ചുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു അഡ്ജുവൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതൊന്നും നമ്മുടെ PCOS-ൻ്റെ റൂട്ട് കോസ് നമുക്ക് മനസ്സിലായല്ലോ. എൻഡോക്രൈൻ എബ്നോർമാലിറ്റീസ്, ഹോർമോൺ എബ്നോർമാലിറ്റീസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, അങ്ങനെ എല്ലാം കൊണ്ടൊരു വരുന്ന ഒരു അസുഖം നമുക്കൊരിക്കലും ഇങ്ങനൊരു ചെറിയൊരു ഫേഷ്യലോ പ്രൊസീജിയറോ കൊണ്ടോ
സോൾവ് ആക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, കവർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. എന്നിരുന്നാലും ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി വേറെ ഡൗട്ട്സും കാര്യങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടാകാം. ഡെഫിനറ്റായിട്ടും അത് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് അതിന് സൊല്യൂഷൻ തേടുക. ഇപ്പോൾ ഗൈനക്കോളജിക്കൽ ഇഷ്യൂസിലൊരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലാണ്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഫീൽ ചെയ്യുന്ന ഒരു എൻഡോക്രോളജിസ്റ്റിനെയോ കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഇതിലൊരിക്കലും ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇത് നമുക്ക് ഡീൽ ചെയ്യാവുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. PCOS റിലേറ്റഡ് സ്കിൻ ഇഷ്യൂസിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ഓഡിയൻസിൻ്റെ അടുത്ത് ഡോക്ടേഴ്സിന് പറയാനുണ്ടോ? ലൈക്ക് എനിത്തിങ് എൽസ് യു വോണ്ട് ടു ആഡ്? നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അതിൻ്റെ റൈറ്റ് പേഴ്സണെ കണ്ട് സൊല്യൂഷൻ തേടാൻ നോക്കുക എന്നുള്ളതാണ്. സെൽഫ് ഡയഗ്നോസിസ് ഒരിക്കലും ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത്. നമ്മൾക്ക് വെറുതെ ഉള്ളൊരു ആങ്സൈറ്റി എല്ലാം ഉണ്ടാക്കുള്ളൂ. സ്ട്രെസ്സ്, നമുക്ക് PCOD ആണോ അത് കണ്ടു, അങ്ങനെ ഒരു സെൽഫ് ഡയഗ്നോസിസ് എപ്പോഴും ഒഴിവാക്കുക. അത് എല്ലാ അസുഖങ്ങൾക്കും അത് ബാധകമാണ്. അപ്പോൾ ക്യൂറിയോർ കൺസേൺസിൽ വന്ന് നമ്മുടെ ഇത്രയും കൺസേണുകൾക്കുള്ള കാര്യങ്ങൾ, റെമഡീസ്, ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു തന്ന 2 ഡോക്ടേഴ്സിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.